ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി സോഹോൾ പ്ലസ് ടെസ്റ്റ് മേക്ക് ഓവർ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ ടെസ്റ്റ് മേക്ക് ഓവർ വീഡിയോ ആണ്. മുമ്പത്തെ രണ്ടെണ്ണം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ മിനി സോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു 3 ടയർ വരുന്നൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഓർഗനൈസറിൽ നമുക്ക് എന്തിട്ട് വെക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ എപ്പോഴും മിസ്സിങ് ആവുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ സേഫ്റ്റി പിന്നെ പേപ്പർ ക്ലിപ്സ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അതിൻ്റെ റേറ്റ് 200 ആണ്. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് ബാസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് കാർട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഹോൾ വീഡിയോ ഓൾറെഡി ചെയ്ത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ മിനിസോ ഹോൾ വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് 350-ക്കാണ്. ഇത് രണ്ടും മെറ്റൽ യൂസ് ചെയ്തിട്ടുള്ള കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് എന്താ പറയുക, നമ്മുടെ സാൻഡ്രിയോയിലെ നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറായിട്ടുള്ള മൈമെലഡീൻ്റെ ഒരു ഓർഗനൈസറാണ്. അടിപൊളി ഓർഗനൈസറാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ റേറ്റ് 350 തന്നെയാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ ഡെസ്കിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഡയറീസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇതുമായിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയിൽ നമുക്കത് ഒതുക്കി വെക്കാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് നമ്മുടെ കഴിഞ്ഞ മിനിസ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഓർഗനൈസറാണ്, ഇതിൻ്റെ റേറ്റ് 400 ആണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസറാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായതിൽ. ഇതും നമ്മുടെ മൈമെലഡി തീമിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് പോർഷനും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയതാട്ടോ. പിന്നെ ഇത് ഈസിലി നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്മാൻഡിൽ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഇതും നമുക്കൊരു കോസ്മെറ്റിക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡെസ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മൈമെലഡി തീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ മിനിസോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മിനിസോളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓർഗനൈസർ. ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അതേപോലെ അതിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്ന് നമുക്കത് ഓപ്പണിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട് വെക്കാനും അല്ലാതെ നമ്മുടെ സ്റ്റേഷനറീസ് ഒക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗനൈസർ ആട്ടോ. ഇതിന് താഴെ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ ഏത് കളർ തീമിൽ വേണം എന്നുള്ളത്. അപ്പോൾ വൈറ്റും പിങ്കായിട്ടും ഓപ്ഷൻസ് കൊടുത്തത്. അപ്പോൾ 90% ആളുകളും സെലക്ട് ചെയ്ത് പിങ്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ പിങ്ക് കളറിലാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർഗനൈസർ നമ്മുടെ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പിങ്ക് ഓർഗനൈസറിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പിങ്ക് കളറിൽ തന്നെ കുറച്ച് ഐറ്റംസാണ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു 3 ബൈൻഡർ ജേർണലിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അത് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പേസ്റ്റൽ അക്രിലിക് കളേഴ്സും കൂടാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമലിസ്റ്റ് ആയിട്ട് അതിൻ്റെ അപ്പുറത്താകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഫുള്ള് സാധനങ്ങളായിരിക്കും, കൈ കിട്ടിയതൊക്കെ വാരി വലിച്ച് അതിനകത്ത് ഇടലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനാണ് പ്ലാൻ. ശേഷം നമ്മുടെ കുട്ടി ഓർഗനൈസർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പേപ്പർ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഈ പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സേഫ്റ്റി പിൻസൊക്കെ വെട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഡെസ്കിൻ്റെ ഏറ്റവും റൈറ്റ് കോർണറിലുള്ള ഈ ഒരു ഓർഗനൈസർ ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ മൈമെലഡീൻ്റെ ഓർഗനൈസർ വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് പിങ്ക് കളറിലുള്ള ഡയറീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിങ്ക് അതിനെക്കൊണ്ടാണ് മൊത്തത്തിൽ പിങ്ക് ആക്കുന്നത്. ഈ മേക്ക് ഓവറിന് ശേഷം ഞാൻ ബാക്കിയുള്ള എല്ലാ ഡയറീസും ഇതിൽ വെക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഈ ട്യൂലിപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫോട്ടോ ഹോൾഡറും അതേപോലെ തന്നെ നമ്മൾ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മിഫിയും അതേപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ ട്രേ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ കുറച്ച് ഒരു ഒരാളും എനിക്കൊക്കെ ആയ മാതിരി ഫീൽ ചെയ്ത്. പിന്നെ നമ്മുടെ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാഷി ടൈപ്പിനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പിങ്ക് കളറുള്ള വാഷി ടൈപ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ പെൻ ഹോൾഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെൻസും കൂടെ പിങ്ക് കളറിലുള്ള പെൻസും കുറച്ച് പേസ്റ്റൽ കളറുള്ള പെൻസൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു യൂണിക്കോണിൻ്റെ ഫോട്ടോ ഹോൾഡറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പിങ്ക്സാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ് മേക്ക് ഓവറാണ്. എക്സെപ്റ്റ് ദീസ് ഓർഗനൈസേഴ്സ് ഞാൻ വേറെ ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള DIY ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഡ്രസ് മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കളർ തീംഡ് ആയിട്ടുള്ള ഡ്രസ് മേക്ക് ഓവർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.